ഇബ്രാഹിം ഖാദിരി ഒരു മിഥ്യയാണോ, ദൈവമാണോ, ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണോ ഒന്നും അറിയില്ല. ഇതെല്ലാം പോലെ കാണിച്ചിട്ടൊടുവിൽ അയാളൊരു പിടികിട്ടാപ്പുള്ളി എന്ന മുദ്ര കുത്തപ്പെടുകയും ചെയ്യുന്നു. നജീബിൻ്റെ നഷ്ടപ്പെട്ട ജീവിതത്തിലേക്കുള്ള വഴി കാട്ടിക്കൊടുത്ത ഖാദിരിയെ നമ്മൾ സ്ക്രീനിൽ കണ്ടപ്പോൾ വായനയിലൂടെ മാത്രം കാണാവുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, ചുട്ടുപഴുത്ത മരുഭൂമിയിൽ ഒട്ടും കൂസാതെ നജീബിനെ തോളിലേറ്റി നടന്ന ഇബ്രാഹിം ഖാദിരി. ഏതാണ്ട് ഹക്കീമിൻ്റെ താങ്ങാനാവാത്ത വിയോഗത്തിന് ശേഷമായിട്ട് വരും. അവിടെ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ മണൽക്കാറ്റിൽ കരഞ്ഞവശനായി അനങ്ങാൻ വയ്യാണ്ടിരിക്കുന്ന നജീബിനെ ചുമലിൽ കയറ്റി ഖാദിരി ഓടുകയാണ്. തോളിൽ പിടിച്ചു കൊണ്ടുപോകുന്നതായി നമുക്ക് ചിത്രത്തിൽ കാണാം. കൂടാതെ ഈ കാറ്റിൽ നിന്നുടനെ ഹക്കീമിനെ ഓർത്ത് ഒരു രാത്രി മുഴുവൻ ചലനമറ്റ് കിടക്കുന്ന ഇരുവരെയും. സിനിമയിലില്ലാത്ത മറ്റൊരു സന്ദർഭമാണ് ഈ കാറ്റിന് ശമനമുണ്ടായ ഉടനെ തന്നെ ഹക്കീം വീണു കിടക്കുന്നിടത്തേക്ക് ഓടാൻ ശ്രമിക്കുന്ന നജീബിനെ ഇബ്രാഹിം ഖാദിരി തടഞ്ഞു നിർത്തുന്നത്. ഞാൻ മരിച്ചിട്ട് നിന്നെ മരിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് നജീബിനെയും തോളത്തെടുത്ത് നടന്നു നീങ്ങുന്ന ഖാദിരിയെ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയില്ല. ആ മഹാമനസ്സ് പുസ്തകത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ.